റോളിങ്. ആ വെറ്റിലെടുത്തേ. ആ പതുക്കെ കഴിഞ്ഞ് ഇപ്പം മടിച്ചേ. ആ പറയാം ആവശ്യം പതുക്കെ ഇതെടുത്ത് ചുണ്ണാമ്പെടുത്ത്. പുകലെടുത്ത് വെറുതെ ഒതുക്കി വെച്ച് വെറുതെ എൻ്റെ കാണിച്ചാൽ മതി വെറുതെ അടുത്തോ. കുറേ നാളുകളായി ഞങ്ങളുടെ കസ്റ്റമർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മൂവീസ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നും ബിഹൈൻഡ് സീനുകൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നും. നിങ്ങളുടെ ആവശ്യപ്രകാരം ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ള റോ ഫയലാണ്. ഷൂട്ടിംഗ് ടൈമിൽ ആക്ഷനും കട്ടിങ്ങും ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഇത് എഡിറ്റ് ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എഫക്റ്റുകൾ ഇല്ല. ഷൂട്ടിങ്ങിനിടയിലെ മറ്റ് ശബ്ദ കോലാഹലങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അല്ല റീടേക്ക് പോവും. ക്യാമറ കാട്ടണില്ല, പിന്നെ സമയം പോകും. സങ്കടം വരട്ട, ശരിക്കും സങ്കടം വരട്ട വരട്ട. വരട്ട വരട്ട വരട്ട. വരട്ട സാധനം വരട്ട വരട്ട വരട്ട. ഫോൺ കട്ട് ചെയ്യും. ഫോണിലേക്ക് തന്നെ നോക്കാം. പിങ്ങി പോട്ട്. Action! ഞാൻ അവനെ ഇങ്ങോട്ട് വിടുമ്പോഴേക്കും കൈ കാണിച്ച് നിർത്തണേ. ഓക്കെ. കൈ കാണിച്ചോ കൈ കാണിച്ചോ കൈ കാണിച്ചോ. ലെറ്റർ കട്ടിട്ട് ലെറ്റർ എടുത്തു. Action. Okay, rolling. Action. Easily expression സന്തോഷം കാണിച്ചു. Action. നേരത്തെ കാണിച്ച സെയിം സാധനം. നെഞ്ചത്ത് കൈവച്ച് ഈശ്വരനെ വിളിക്കുന്ന സന്തോഷം. കണ്ടിച്ചു.
അവനൊന്ന് തരി പോലും അനങ്ങരുതേ. റോളിംഗ്. ആക്ഷൻ. ആക്ഷൻ. കട്ടിട്ട് ആക്ഷൻ. കൈകൊണ്ട് പയ്യനെ അടുത്തേക്ക് വിളിക്കാവളാം. കണ്ണുനീര് ഇതിന് സന്തോഷം. ഇനി വീണ്ടും റിപ്പീറ്റ്. കട്ട്. റോളിംഗ്. ആക്ഷൻ. കണ്ടിട്ട് ഒന്നുകൂടെ റോളിംഗ്. ആക്ഷൻ. അവിടം വരെ തള്ളിയാൽ മതി, അവിടം വരെ തള്ളിയാൽ മതി. Action. Action. ആക്ഷൻ. രാജ മുന്നിൽ കയറി നടക്ക്, ദേഷ്യപ്പെട്ടിറങ്ങ്. കാല് പൊക്കി തൊഴിക്കാനൊക്കെ പോ രാജ. കാല് പൊക്ക്. ആക്ഷൻ. എന്തായാലും എടുത്തോ. മദ്യം കുടിക്കുമ്പോ ഒരു ഫേസ് എക്സ്പ്രഷൻ ഒക്കെ വരട്ടെ. ആക്ഷൻ. മറ്റു ഫോണിലൊക്കെ എടുത്തു. ആക്ഷൻ. തൊണ്ടത്തേക്ക് വെക്കാതെ ഒന്നുകൂടെ. ആ എടുത്തു. ആക്ഷൻ.
ഇങ്ങോട്ടായിട്ട് ഊത്. ഓഹമില്ലല്ലോ. ഇച്ചിരി പുക വായിൽ കിട്ടാൻ നോക്കിയാ വായിൽ കിട്ടുന്ന ഊതിക്ക്. രണ്ടെണ്ണം വിട്ടിട്ട് എടുത്തിട്ട് അടിച്ചു ചെയ്തു. സെയിം സാധനം തന്നെ. ഇനി കൈ ഒന്ന് താത്തിക്ക്. അണ്ട് ഊതിവിട്ട് വലിച്ചിട്ട് നല്ല കളി. താഴത്തോട്ട് കൈ താത്തിക്ക്. മേളിലോട്ടൊക്കെ നോക്കിയോ. ഇനി നേരെ ആ ചെറുതടുത്ത് അടിച്ചോ. അവിടെ ഇരിക്കണ അടുത്ത് അടിച്ചോ. ഒരു ബഫ് കൂടി എടുത്തോ. മറ്റേ പഫ് നല്ല പരിപാടി. ആട്ടെ പോകുന്നത് ഊതിയാണ്ടിട്ട്. എന്താടി പരങ്ങണത്? ആ കുഴമ്പ് ഇങ്ങോട്ട് ഇട്ടതാ. അയ്യോ അയ്യോ മടി. ഇതൊരു മടി. ഒരു പണി ചെയ്യും. ഒരു പണി ചെയ്യും. നീ ആദ്യം കാലൊന്ന് നന്നായി നക്കി തുടക്ക്. എന്റെ കാലൊന്ന് നന്നായി നക്കി തുടക്ക്. നിന്റെ അപ്പം സ്ത്രീധനം തന്നില്ലെങ്കിൽ നിന്റെ അപ്പ സ്ത്രീധനം തന്നില്ലെങ്കിൽ എന്നും പട്ടീനെ പോലെ കിടക്കേണ്ടി വരും. ഇവിടെ പട്ടിയെ പോലെ കിടക്കേണ്ടി വരും. എന്റെ മോന്റെ കാല് നക്കി. എന്റെ മോന്റെ കാല് നക്കി. കാല് നക്കി പട്ടി. കാല് നക്കി പട്ടി. ആ ചങ്ങല എടുത്ത്. ഞാൻ എന്തൊരു മണ്ടിയാണ്. ഞാൻ എന്തൊരു മണ്ടിയാണ്. നിന്റെ വായ ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചാ. നിന്റെ വായ ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചാൽ നീ എങ്ങനെ നക്കും? നീ എങ്ങനെ നക്കും? മോളിങ് അടുത്തേക്ക് വാ, ഞാൻ തുറന്നു തരാം. ഞാൻ തുറന്നു തരാം. പൊളിക്ക്. രണ്ടും പൊളിക്ക്. എന്നിട്ട് തല പിടിച്ച് കാലിലേക്ക് കാത്ത് തല പിടിച്ച് നക്കടി. നക്കടി. ശ്രീതിയുടെ വല്ലേ നക്ക്. ക്ലാസ് ഔട്ടാണോ ചെയ്ത്? അതിലേക്ക് ആസ്വദിക്ക്. അവളെ കൊണ്ടത് ചെയ്യിച്ചതിന്റെ ആ ഒരു സംഭവം നിർവൃതി. നിർവൃതി. ആ ഒരു പവർ കാണിക്കും. ഒരു അമ്മായിയുടെ പവർ. നമ്മളൊരു സാധനം ചെയ്തൊരു റിവെഞ്ച് പോലെയൊക്കെ കാണിക്കില്ല. എനിക്കിട്ട് നോക്കല്ല. ഞങ്ങൾ എന്താ പറയുക നോക്കരുത്. അവളെ കൊണ്ടത് അവളുടെ മേലിൽ നമ്മൾ വിജയം നേടുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഇല്ല. ആ സീരിയലിലൊക്കെ അമ്മായിയമ്മമാരിടുന്ന സാധനം. നീ അങ്ങനെ തന്നെ നോക്കടി. സേത്തി ഇവിടെ മേളി വന്ന ശേഷം ആ നക്കണേ നീ ഈ ആംഗിൾ കൊള്ളാം. ഇവിടെ ഇതിന് നല്ലതാണ്. ഇനി തല പൊങ്ങി വരുമ്പോ കരച്ചിലുണ്ടാകുന്നേ. സാന്ത്വനിക്ക് ഡയലോഗ് ഉണ്ട്. ക്യാമറ ഞാൻ പറയുമ്പോ പറഞ്ഞാൽ കേട്ടോ. ഇനി പൊന്നു മോളെ എഴുന്നേറ്റും ആ കുഴമ്പ് കിട്ടും. ഇനി പൊന്നു മോളെ എഴുന്നേറ്റിട്ട് ആ കുഴമ്പിടുക. കടി. ഇപ്പൊ ചെറിയ തെറ്റ് ഇതുമ്പി കരഞ്ഞോ കണ്ടു. കടി. ആക്ഷൻ. ഇനി എന്റെ പൊന്നുമോള്. ഇനി എന്റെ പൊന്നുമോളെ എഴുന്നേറ്റ് ഇനി ഒന്ന് എടുത്ത് എന്റെ കാലിലിട്ടുക. വേഗം ഇട്ടുതാ. എന്നെ പോലത്തെ ഒരു അമ്മായിയമ്മനെ കിട്ടുന്നത് നിനക്ക് പുണ്യം. ഇട്ടോ എന്നാ പറഞ്ഞു. എന്നെപ്പോലത്തെ ഒരു അമ്മായിയമ്മേനെ കിട്ടിയതിന് നീ 1000 പുണ്യം ചെയ്തിരിക്കണം. എന്തിനാണ് ഇങ്ങനെ ഞങ്ങൾ കൈ ചെയ്ത് പിടിക്കും. കൈ ചുരുട്ടി എടുത്തിങ്ങനെ. അങ്ങനെ വെകിൽ പിടിക്കല്ലേ, സ്ലോയില്. എന്നെ പോലെ ഒരു അമ്മായിയമ്മേനെ കിട്ടണെങ്കിലേ
സുഹൃതം ചെയ്യണം. പൊട്ടിക്കര ക്യാമറ ബാൻ ചെയ്ത് അവളുടെ ഫേസിലേക്ക് പോയിക്കോ. ക്യാമറ നിന്റെ ഫേസിലേക്ക് കരഞ്ഞോ കരഞ്ഞോ തേങ്ങി തേങ്ങി കരഞ്ഞോ. തേങ്ങി തേങ്ങി കരഞ്ഞോ കരഞ്ഞോ നല്ലപോലെ കരഞ്ഞോ. കൈയുടെ ഭാഗം കൊണ്ട് കണ്ണുനീര് തുടച്ചോ. ആ മുടിയൊക്കെ എടുത്ത് മാറ്റി കരഞ്ഞോ. പൊട്ടിക്കരഞ്ഞോ നല്ലപോലെ കരഞ്ഞോ. ഫുള്ള് കരഞ്ഞോ. ഇങ്ങനെ കരയേണ്ടി വരെ കരഞ്ഞോ. പൊട്ടിക്കരഞ്ഞോ കരഞ്ഞോ. ആ ഫേസ് മുടി വെച്ച് മറന്നിരിക്കുന്നു. ചേച്ചി കൈട്ടുള്ളതില്ല ക്യാമറ ഇളകും. ചങ്ങല ടൈറ്റ് പിടിച്ചോ. ചങ്ങല ടൈറ്റ് പിടിച്ചോ. ലോക്കിന് പിടിച്ചോ. ആ കാല് മുക്കി ഒന്ന് അവിടെ നോട്ട പൊട്ടി തന്നെ. ആ അങ്ങനെ കൊണ്ടിരുന്നു 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 കൊണ്ടിരുന്നു. ആ ഓക്കെ കട്ടി കൊടുക്കണേ. റോളിങ് ആക്ഷൻ ആക്ഷൻ. മോള് പേടിക്കണ്ട. മോള് പേടിക്കണ്ട. മോളുടെ കാര്യങ്ങളെല്ലാം ഈ അമ്മ നോക്കിക്കോളാം. മോളുടെ കാര്യങ്ങളെല്ലാം ഈ അമ്മ നോക്കിക്കോളാം. നിന്റെ അച്ഛൻ അവനെ പറ്റിച്ചത് കൊണ്ടല്ലേ? നിന്റെ അച്ഛൻ അവനെ പറ്റിച്ചത് കൊണ്ടല്ല അവൻ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്. അവൻ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്. കഞ്ചാവ് വലിച്ച അവൻ മഹാ ചെറ്റയാ. കഞ്ചാവ് വലിച്ചവൻ മഹാ ചെറ്റയാ. അവന്റെ ആദ്യ ഭാര്യ അവൻ തല്ലിക്കൊന്ന് ഈ ഫാനിലാ കെട്ടിത്തൂക്കിയത്. അവന്റെ ആദ്യ ഭാര്യയെ അവൻ തല്ലിക്കൊന്ന് ഈ ഫാനിലാ കെട്ടിത്തൂക്കിയത്. വാ മോളെ അകത്തേക്ക് വാ. വാ മോളെ അകത്തേക്ക് വാ. എടോ പറഞ്ഞാരേ കണ്ണടക്കല് കണ്ണടക്കല്. ആക്ഷൻ. എടാ പറഞ്ഞാരേ പറയണ്ട എനിക്കറിയാം. എനിക്ക് തരാമെന്ന് പറഞ്ഞ ക്യാഷ് തരാതെ നിന്റെ മകൾ ഇവിടെ സുഖമായി വാഴില്ല. എനിക്ക് ക്യാഷ് തരേണ്ട. എനിക്ക് തരാന്ന് പറഞ്ഞ ക്യാഷ് തരാതെ. എനിക്ക് ക്യാഷ് തരാൻ പറഞ്ഞിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞ ക്യാഷ് തരാതെ നിന്റെ മകൾ ഇവിടെ സുഖമായിട്ട് വാഴില്ല. കണ്ണടക്കാതെ പറഞ്ഞോ. ഇച്ചിരി തെറ്റിപ്പോയാലും കുഴപ്പമില്ല. ക്യാഷ് അതൊന്ന് തമിഴിൽ പറഞ്ഞു. ആക്ഷൻ. എടാ പറഞ്ഞാരേ എനിക്ക് തരാൻ പറഞ്ഞ ക്യാഷ് തരാന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തിരിക്കാൻ. ഇല്ലെങ്കിൽ എന്റെ മകൾ ഇവിടെ ഒന്നും ആരില്ല. എനിക്ക് തരാതെ പറഞ്ഞ കാശ്. എനിക്ക് തരാൻ പറഞ്ഞ ക്യാഷ് തരാതെ തന്റെ മകൾ ഇവിടെ സുഖമായി പാടില്ല. തരാതെ നിന്റെ മകൾ ഇവിടെ സുഖമായിട്ട് പാടില്ല. അവൾ എന്ന് എന്റെ കാൽക്കീഴി പട്ടിയായിരിക്കും. അവൻ എന്റെ കാൽക്കീഴി പട്ടിയായിരിക്കും. അവൾ എന്ന് എന്റെ കാൽക്കീഴി പട്ടിയായിരിക്കും. അവൻ എന്റെ കാൽക്കീഴി പട്ടിയായിരിക്കും. അവൾ എന്ന് എന്റെ കാൽക്കീഴി പട്ടിയായിരിക്കും. അവൻ എന്റെ കാൽക്കീഴി പട്ടിയായിരിക്കും. അവൾ എന്ന് എന്റെ കാൽക്കീഴി പട്ടിയായിരിക്കും. അവൻ എന്റെ കാൽക്കീഴി പട്ടിയായിരിക്കും. കിക്ക് എടുക്കാം. പറഞ്ഞാലേ എന്റെ ക്യാഷ് തരാതെ നിന്റെ മകൾ ഇവിടെ ജീവിക്കില്ല. മനസ്സിലായോ? അന്ന് മനസ്സിലായില്ലേ? പറഞ്ഞാലേ മനസ്സിലായല്ലേ? എന്താ അന്നിന് ക്യാഷ് വേണം. ക്യാഷ് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ശരി ശരി. പറഞ്ഞാലേ നമുക്ക് ഞാൻ ചോദിച്ചവിടെ ക്യാഷ് വേണം. നിന്റെ ക്യാഷ് വന്നിട്ടില്ലെങ്കിൽ നിന്റെ മകൾ ഇവിടെ വാങ്ങില്ല കേട്ടോ. ഇവിടെ ജീവിക്കില്ല. മനസ്സിലായോ? എവിടെ നിന്റെ ക്യാഷ് എവിടെ? നിന്റെ ക്യാഷ് കിട്ടിയില്ലെങ്കിൽ നിന്റെ മോൾ ഇവിടെ ജീവിക്കില്ല. മനസ്സിലായോ? അവളെന്നും എന്റെ കാൽച്ചോട്ടി. അവനെന്റെ കാൽച്ചോട്ടില് അവളെന്നും എന്റെ കാൽച്ചോട്ടി പട്ടിയായിരിക്കും. അവന്റെ എപ്പോഴും എന്റെ കാൽച്ചോട്ടില് പട്ടിയായിരിക്കും. തലേക്കൊന്ന് ഇളക്കി പറ. മനസ്സിലായോ എനിക്ക്? എന്തോ മനസ്സിലായോ? വെറുതെ ക്യാഷ് കൊടുക്കാതെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. നീ വീട്ടിൽ കിടന്ന് മോങ്ങിയാ മതി. വീട്ടിൽ കയറി മുങ്ങിയാ മതി. ഹായ് ഗായ്സ്, നിങ്ങൾ കഴിഞ്ഞു. റോളിങ്. ഹായ് ഗായ്സ്, അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞു. ഇച്ചിരി തിരക്കായതാണ്. അല്ല എന്താണ് നേരെ. ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ ഞങ്ങള് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോവാണ്. അതേ പാടുണ്ട് ചേട്ടൻ എനിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. എനിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പുള്ളിക്കൊരു സർപ്രൈസ് കൊടുക്കണം എന്നതിലാണ്. പിന്നെ ഫസ്റ്റ് നൈറ്റിന്റെ ഫസ്റ്റ് നൈറ്റ് കാര്യമൊക്കെ അറിയാലോ എങ്ങനെയൊന്നും. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാം കൂടി ഉണ്ടായിരിക്കുന്നത്.
ചെറിയ പേടിയൊക്കെ ഉണ്ട്. അതിന് കുഴപ്പമില്ല. എല്ലാം മരുന്ന് വെച്ചിട്ട് വന്നു പറഞ്ഞില്ല. ഇപ്പൊ പോവുകയാണെന്നുള്ള ധൈര്യമൊക്കെ സംഭവിച്ചോണ്ട് പോവാണ്. അപ്പൊ നമുക്ക് നാളെ കണ്ടാവാം. ഞാൻ ചെല്ലട്ടെ. അല്ലെങ്കിൽ ഫസ്റ്റ് ഡേയുടെ അപ്ഡേറ്റ് ഒക്കെ നാളെ ഇടുന്നതാണ്. അപ്പൊ ചങ്കുകളെല്ലാം കട്ടക്ക് നിന്നോണം. ചങ്കുകളെല്ലാരും കട്ടക്ക് നിന്നോണം. ഞാൻ ചെല്ലട്ടെ. ബൈ ബൈ. See you. Okay. Hi guys. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിരിക്കുവാണ്. ഇച്ചിരി തിരക്കായാണ് നിങ്ങളുടെ മുമ്പിൽ വരാഞ്ഞത്. എന്താ ഞങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ് ആണ്. ദേ കണ്ടപ്പോ ആരും ഉണ്ട്. ചേട്ടൻ കട്ട വെയിറ്റിംഗ് ആണ്. ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നോക്കിയിരിക്കാണ്. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഡേറ്റ് അല്ലേ, ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കുണ്ട്. ഞങ്ങളിത് എങ്ങനെ കഴിയുന്ന അറിയത്തില്ല. നല്ല ടെൻഷനിലാണ് നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, മരുന്ന് വെച്ച് കാണട്ടെ എന്ന് പറഞ്ഞ് ഇതാ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെല്ലാരും നോക്കിക്കോണം. നാളെ ഞങ്ങൾ ഫസ്റ്റ് ഡേന്റെ ഇതൊക്കെ ഇടുന്നതായിരിക്കും. മീൻസ് അപ്ഡേറ്റ്സ് ഒക്കെ ഇടുന്നതായിരിക്കും. എല്ലാ ചങ്കളും കട്ടക്ക് ഇരിക്കണം. ബൈ ലവ് വീഡിയോസ്. അങ്ങനെ ക്യാമറ അങ്ങനെ തന്നെ നിന്നോ. ഞാൻ പറഞ്ഞത് റീറ്റേക്ക് പറഞ്ഞോണേ. എല്ലാരും ടെലിഗ്രാം ഗ്രൂപ്പിൽ ആക്റ്റീവായി നിന്നോളാം. എന്നായിട്ട് ചാറ്റ് ചെയ്യണ്ടേ? നിങ്ങൾക്ക് എന്റെ ഈ തിരക്കുകൾ ഞാൻ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും ഉണ്ടാവും. ലൈവ് ചാറ്റിങ്ങിനും ലൈവ് വീഡിയോ സ്ട്രീമിങ്ങിനും ഒക്കെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ എല്ലാരും നോക്കിയേക്കണം കേട്ടോ. കട്ട സപ്പോർട്ട് വരെയുണ്ട്. അപ്പൊ ബൈ ഗൈസ്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ വേഗം ചെല്ലട്ടെ. പക്ഷേ ബൈ. കേട്ടോ. ബൈ ബൈ. ഓക്കെ. തെറ്റണം. കട്ട് ചെയ്തിട്ട് ഇനി വീതൊക്കെ എടുത്താൽ മതി. സ്റ്റഡി ഡയലോഗ് മാത്രം. ആക്ഷൻ. എടാ ഞാൻ ആകെ ടെൻഷനിലാണ്. എക്സൈസ് സെലക്ഷൻ ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞു. റിപ്പീറ്റ് ഒന്നും പറഞ്ഞു. ഇങ്ങോട്ടും തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുണ്ടോ ഫേസ്? ഞാൻ ആകെ ടെൻഷനിലാണ്. സെലക്ഷനും ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞു. എന്നാലും എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിനക്ക് അറിയാലോ. എന്നാലും നിനക്കറിയാലോ എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ. ചിരിക്കണം. എടാ ഞാൻ ആകെ ടെൻഷനിലാണ്. സെലക്ഷൻ ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞു. എങ്കിലും എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ നിനക്കറിയാലോ. ഈ ജോലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് ഒരു ടെൻഷൻ. ഈ ജോലി എങ്ങനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല ടെൻഷൻ. ഞാനിത് വേണ്ടെന്ന് വെച്ചാലൊന്ന് ആലോചിക്കുക. അതല്ല നിഷേ, എനിക്ക് ആരെയും ഉപദ്രവിച്ച് ശീലമില്ല. എനിക്ക് കുറ്റവാളിയെ എങ്ങനെ ചോദ്യം ചെയ്യാൻ സാധിക്കും? എനിക്ക് എങ്ങനെയാണ് കുറ്റവാളിയെ ചോദ്യം ചെയ്യാൻ സാധിക്കുക? അതൊരു ചെറിയ ചിരിച്ചുണ്ടല്ലേ? ശരി 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 ശരി. എടാ ഞാൻ ആകെ ടെൻഷനിലാണ്. സെലക്ഷൻ ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞു.
എങ്കിലും എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ നിനക്ക് അറിയാലോ. എങ്കിലും നിനക്കറിയാലോ എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ. ഈ ജോലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. ഈ ജോലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് വല്ലാത്ത ടെൻഷൻ. അതല്ല നിഷേ, എനിക്ക് ആരെയും ഉപദ്രവിച്ച് ശീലമില്ല. അതിലെ വിഷയം എനിക്ക് ആരും ഉപദേശിച്ച് ശീലമില്ല. എനിക്കൊരു കുറ്റവാളിയെ എങ്ങനെ ചോദ്യം ചെയ്യാൻ സാധിക്കും? എനിക്ക് എങ്ങനെ കുറ്റവാളിയെ ഞാൻ എങ്ങനെ ചോദ്യം ചെയ്യാൻ സാധിക്കും? മറ്റേ പണ്ട് ചിരിച്ചുകൊണ്ട് ശരി ശരി ഫോൺ കട്ട് ചെയ്യും. ശരി ശരി. നോക്ക്, കരിപ്പിയെ മുഖത്തേക്ക് നോക്ക്. ആ വന്നല്ല തമ്പുരാട്ടി. ഇന്നല്ലേ തമ്പുരാട്ടി ചിലരുടെ ഒന്ന് ഇതിട്ടുള്ളതാ. എന്നെ നോക്കല്ലേ, പറയണൊന്ന് റിപ്പീറ്റ് വരണ നോക്കി വെച്ചാൽ ഇത്ര ഓക്കെയാണ്. റോളിംഗ് ആക്ഷൻ. ആ വന്നല്ലേ തമ്പുരാട്ടി. എന്താ ഫസ്റ്റ് നൈറ്റ് ഉറക്കം തന്നതാണ്? നിന്റെ തന്തപ്പടി തരാനുള്ള കാശ് തരാതെ തന്തപ്പടി കാശ് തരാത്ത റോളിംഗ് ആക്ഷൻ. വേണ്ട, അത് ബോറാണ്. തന്തപ്പടി തരാത്ത കാശ് തരാട്ടി കാശ് തരാൻ പറ്റും. തന്തപ്പടി തരാൻ കാശ് തരണെന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. മനസ്സിലായോ? പെർഫെക്റ്റ് ആയിട്ടല്ല പറഞ്ഞത്. കൈകൊണ്ട് സംസാരിക്കും. റോളിംഗ് ഇപ്പുറത്തെ കൈ വരിയല്ലേ, ഇടത്ത് കൈയാണോ വശം? നിന്റെ തന്തപ്പടി തരം പറഞ്ഞ കാശ് തന്നിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇപ്പൊ എപ്പോ തരുമോ കാശ്? കാശ് തന്നിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കണം. മനസ്സിലായോ? കേശ തരുന്നവരെ നീ എന്റെ പട്ടിയാണ്, കാവൽ പട്ടി. മനസ്സിലായോ? കേശ തരുന്നത് നീ എന്റെ പട്ടിയാണ്, കാവൽ പട്ടി. റോളിംഗ് ക്യാഷ് തരുന്നവർ നീ എന്റെ പട്ടിയാണ്, കാവൽ പട്ടി. സ്മോൾ അടിക്കും, സ്ലോയിൽ അടിക്കും. അവളെ നോക്കിക്കൊണ്ട് പയ്യനെടുത്ത് അവിടെ താഴെ വെക്ക്. ഇപ്പഴത്തെ കൈ എടുത്ത് നോക്കി അവളെ നോക്കിക്കൊണ്ട് വലിക്കും. വലിച്ചു കയറ്റി അവിടുന്ന് പയ്യനെ മുന്തിരി എടുത്തോ. പയ്യനെ മുന്തിരി എടുത്തു പോരും. എഴുന്നേറ്റ് പോര്. ആക്ഷൻ. പാല് വരാൻ പോവാ. റോളിംഗ് ഡയലോഗ് എന്താ പറഞ്ഞ കോലത്തിൽ വന്നിരിക്കുന്നത്. ആക്ഷൻ. ഒരു മകനെ വന്നിരിക്കുന്നു. റോളിംഗ് ആക്ഷൻ. കാലിലാക്ക്. നോക്കിണ്ടിരിക്കുന്നു. കോള് വരുന്നു, പരിചയമില്ലാത്ത നമ്പറാണ്. അപ്പൊ ഒന്ന് രൂക്ഷമായിട്ട് നോക്കുന്നു. കോൾ അറ്റൻഡ് ചെയ്യുന്നു, എടുക്കുന്നു. ഹലോ ഹലോ. ഒന്ന് ജസ്റ്റ് നിന്നിട്ട് ആരാ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആള് മാറിയതാണോ? ആൾ മാറിയതാണോ? ഹലോ. ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ നമ്പർ നോക്കി ദേഷ്യപ്പെട്ടെ. നിങ്ങൾ നമ്പർ നോക്കിട്ട് വിളിക്കുക. റോങ് നമ്പറാ. നിങ്ങൾ നമ്പർ നോക്കിട്ട് വിളിക്കുക. ഇത് റോങ് നമ്പറാണ്. കട്ട് ചെയ്തോ. ഞങ്ങളെ ഡബ് ചെയ്യണം. റോളിംഗ് നല്ല ശബ്ദമില്ല. അല്ല അതല്ല മറ്റേ ആക്ഷൻ. മറ്റേത് പറഞ്ഞില്ല. റോളിംഗ് ആക്ഷൻ. നിങ്ങൾക്ക് ആൾ മാറിയതാണ്. നമ്പർ നോക്കിട്ട് വിളിക്കുക. റോങ് നമ്പറാണ്. ദേഷ്യപ്പെടണ്ടായിരുന്നു. നല്ല ശബ്ദം. നല്ല ശബ്ദം. ഒന്ന് വിളിച്ച് നോക്കാം. ഹലോ. എന്തോ കുഴപ്പമുണ്ടല്ലോ, എനിക്ക് പോലെ. ആക്ഷൻ.
അതെ ഇത് പത്തിൻ്റെ ഒരു സീമുണ്ടല്ലോ ആക്ഷൻ. കാലൊക്കെ ഇളക്കിക്കോ. മൊബൈൽ കുത്തുന്നു, ചെവി വെക്കുന്നു, ഒരു ഹലോ പറഞ്ഞോ. അവർ ജസ്റ്റ് വെയിറ്റ് ചെയ്തു. ആ നല്ല പരിചയമുള്ള ശബ്ദം. ഇയാളുടെ വീട് എവിടെയാ? പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ വെറുതെ ഒരു ലവബിൾ ആയിട്ട് പറഞ്ഞു, വെറുതെ ചിരിച്ചും കളിച്ചൊക്കെ പറഞ്ഞു തന്നു. ചേച്ചി കളിച്ച് സംസാരിച്ചോ? സംസാരിച്ചു. ആ ഞാൻ കണ്ണൂരൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത വട്ടം കണ്ണൂർ വരുമ്പോ കാണാൻ പറ്റുമോ? എന്നാ ഞാൻ നാളെ തന്നെ വരാം. അപ്പോൾ വീണ്ടും വീണ്ടും കൂടി ഇങ്ങനെ അടുപ്പിച്ച് വെച്ചോ കേട്ടാ. ക്യാമറ അടുത്തേക്ക് വരുവേ. അപ്പോൾ പയ്യനെ ചോദിക്കും ഇപ്പം എന്ത് ഡ്രസ്സായിട്ടിരിക്കണമെന്ന് ചോദിച്ചു. എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നത്? ഓ ഞാൻ അടുത്തേക്ക് വരുത്തേ. എനിക്ക് കാണാൻ കൊതിയാണ്. കാണാൻ കൊതിയാണ്. ആ നീ പ്രേമിച്ചോ? നീ നെഞ്ചത്തൊക്കെ ഇങ്ങനെ തടവും. എനിക്ക് ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ട്. ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ട്. കല്യാണം കഴിച്ച് നമുക്കൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് ജീവിക്കട്ടെ. പിന്നെ പിള്ളേരൊക്കെ ജീവിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ 24 വയസ്സായിരുന്നു. ഇപ്പം 24 വയസ്സായിട്ടുണ്ട്. ഇതിന്റെ ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയച്ചു തരാമോ? ഫോട്ടോ വാട്സപ്പിൽ അയക്കാൻ പറ്റിയ വേറെ കാണാൻ ഡ്രസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സിനിമയും കുഴപ്പമൊന്നുമില്ല. സൈസ് എത്ര? സൈസ് എത്ര? കാണാൻ കൊതിയാണ്ട് എന്താ ചെയ്യും? പറഞ്ഞാൽ വാട്സപ്പ് വീഡിയോ കോളൊക്കെ പറഞ്ഞാൽ നെഞ്ചൊക്കെ ഒന്ന് തടയിക്കാൻ. ചച്ചിയപ്പനൊക്കെ പൊങ്ങോണ്ട് പോയിക്കോട്ടെ. കൈക്ക് എല്ലായിടത്തും ഒരു മൂവ്മെന്റ് കൊടുത്തോ? വയറേലും തൊണ്ടയിലൊക്കെ ഒന്ന് പിടിച്ചു. തലയൊക്കെ ചെറിഞ്ഞോ? തല നെറ്റി മതിയാ. ആക്ഷൻ. കണ്ണൊക്കെ രൂക്ഷമായിട്ട് നോക്കിക്കോല്ലോ. കടിച്ചുകൂടി വല്ലാണ്ട് കടിച്ചു. പല്ല് കടിച്ചു. അത് തന്നെ കറക്റ്റ് സാധനം. ഇച്ചിരി കേട്ടോ പല്ല് കടിച്ച് ക്രൂരഭാവം മറ്റേ അത്. എന്നൊരു ക്രൂരമോ കടിച്ച് പല്ല് പിടിച്ച് ആ മുഖത്ത് തെളിയണത്. പല്ല് കടിച്ചിട്ട് ടീത്തൊന്ന് കാണിക്കാല്ല. പല്ല് കടിച്ചിങ്ങനെ പിടിച്ച് നോക്കട്ടെ. പല്ല് കാണുന്ന രീതിയൊന്ന് കടിച്ചേ. ആ അതന്നെ സ്ലോയിലിട്ട്. ആ വലിച്ച് കൈയൊന്നും മേലോട്ടാക്കിയിട്ട് ചുളുക്കൊക്കെ വലിച്ച് കറക്റ്റാക്കിയിട്ട് മുഖത്തായിട്ട് അലിപ്പം വരട്ടെ. കൈ രണ്ട് ലെൻസിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എന്നെ നോക്കല്ലേ. ഇതിങ്ങനെ ഇങ്ങനെ ഇതണ്ട ലെൻസിന്റെ ഫ്രണ്ടില് കറക്റ്റായിട്ട് കാണിക്കും. ഒന്നുകൂടെ അറേഞ്ച് ചെയ്തിട്ട് കൈ താത്തികളെ ഫേസിലായിട്ട് ഫോക്കസ് ചെയ്യട്ടെ. ഫേസിലേക്ക് കൈ പൊക്കിക്ക്. അങ്ങനെ പിടി. അവിടെ കൈ എടുക്കല്ലേ. ക്യാമറ ചേഞ്ച് ചെയ്തോ?
ചെയ്തോടെ ശരിക്കും ചിരി നിന്നു പോയില്ല, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വേറെ എടുക്കാനായിട്ട് ആക്ഷൻ. അങ്ങനെ കേട്ടാ ഈ ഒരു ഡയലോഗ് കൂടി പറഞ്ഞ ക്ലോസില്. എടാ പട്ടി നിന്നെ ഞാൻ കൊല്ലാക്കൊല ചെയ്യും. നീ അത്ര മതി. എടാ പട്ടി നിന്നെ ഞാൻ കൊല്ലാക്കൊല ചെയ്യും. മനസ്സിലായടോ? ഇനി നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ അടിപൊളി. വെറുതെ അത്ര ആടുന്ന അടിപൊളി. ആ റോളിങ്. ആ വെറ്റിലെടുത്തേ. ആ പതുക്കെ കഴിഞ്ഞിപ്പം അടിച്ചേ. ആ പറയാം ആവശ്യേ. പതുക്കെ ഇതെടുത്ത് ചുണ്ണാമ്പെടുത്ത്. പുകലെടുത്ത് വെറുതെ ഒതുക്കി വെച്ച് വെറുതെ എൻ്റെ കാണിച്ചാൽ മതി വെറുതെ അടുത്തോ. ഞാൻ പതുക്കെ മടക്കിക്ക് മടക്കുക വെറ്റില മടക്കി ചെരുട്ടിയിടുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കുക. പതുക്കെ എടുത്ത് വായിലോട്ട് വെച്ച് അങ്ങോട്ട് നോക്കിയേ. ആ എടുത്തോ പതുക്കെ വെച്ച് ആരോട് ചോദിച്ചോ. എണീറ്റോ. എടാ നിന്റെ പരട്ട തള്ള ഇപ്പൊ ജീവനോടേണ്ട. ആ മുതുക്കിനെ ഞാൻ ഉടനെ എടുക്കുന്നുണ്ട്. എന്നെ പിള്ള കാണിക്കണ പോലെ. രണ്ടിലോട്ട് താത്തി ചെല്ലണം. പട്ടി താത്തി പോയി അല്ല എടുത്തേ. സ്ലോയില് ഒരു വട്ട് പിടിച്ച പ്രകടനം കാണിച്ചു. ക്രാന്തിനെ പോലെ ക്രൂവല്ലേ. സ്ലോയില് മൂക്കിക്കൂടി പോകണമെങ്കിൽ മൂക്കിക്കൂടി പോകും. ക്യാമറ ഇങ്ങോട്ട് വന്നു. അവിടെ നനഞ്ഞത് ലെൻസെ നോക്കി ഒന്ന് പേടിപ്പിക്കും. അവനാണ് ലെൻസെ നോക്കി. ലെൻസവൻ അവിടെ തന്നെ നോക്കി. ഞാൻ നേരത്തെ കാണിച്ചില്ല. അവിടെ തന്നെയാണോ നേരത്തെ കാണിച്ചില്ല. ചുണ്ടത്ത് വെച്ചോ. സിഗരറ്റ് ചുണ്ടത്ത് വെച്ചിട്ട് കാണിക്കും. വെല്ലി അതാണ് വെച്ച കുഴപ്പമില്ല.
ഇവിടെ ലെൻസാണ്. അവിടെ കുറച്ച് വഴിയിലേക്ക് വന്ന് മാക്സിമം വഴിയിലേക്ക് വന്നു. നീ സിഗരറ്റ് വലിച്ചിട്ട് അവിടെ തന്നെ ലെഫ്റ്റും റൈറ്റും ഒന്നും ഇല്ലാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടർ ലെൻസിൽ തന്നെ ഇരിക്കണേ. ആ അങ്ങോട്ട് പോ, തിരിച്ചിങ്ങോട്ട് പോ. ആ ആ തിരിച്ചങ്ങോട്ട് പോ. ആ ആ തിരിച്ചിങ്ങോട്ട് പോ. സിഗരറ്റ് തീർന്നവരെ എടുത്തോ. നിനക്ക് മതിയെങ്കിൽ പറഞ്ഞോളാം കേട്ടോ, ഞാൻ നിങ്ങൾ ഇട്ട് പറയാം. മതിയാ കട്ടിട്ട് സ്ലോ മോഷനല്ലേ വേണ്ട, സോറി.
രാവിലത്തെ എനർജി പോയാ ലൈറ്റ് ഫേസ് ചെയ്യുന്നു. ആ ഫോണിൽ സംസാരിച്ചു. ഫോൺ അപ്പുറത്തെ ചെവിയിൽ വെച്ച് എന്നിട്ട് ആ ഫയൽ വലിച്ചെടുത്തിട്ട് ഫയലൊന്ന് ജസ്റ്റ് നോക്കി. ജസ്റ്റ് ആ ബട്ടണിലൊക്കെ ഒന്ന് കുത്തിക്ക്. മൂമെൻ്റ് ഇട്ടോളാം ബ്രോ. ആ സംസാരിക്കുന്ന മൂമെൻ്റ് ഇട്ടോളാം പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, എന്റെ ജീവിതം തകർത്ത പരന്നോടെ എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇവനെ ഞാൻ എന്തൊക്കെ ചെയ്യണം? ഇവന് ഞാൻ എന്തൊക്കെ ചെയ്യണം? ഏറ്റവും അടുത്ത ദിവസം തന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ നൈറ്റ് ലൈവ് വരുന്നുണ്ട്. ഞാൻ നൈറ്റ് ലൈവ് വരുന്നുണ്ട്. ഇവൻ എന്ത് ചെയ്യണമെന്നും ഇവൻ എന്ത് ചെയ്യണമെന്നും ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നും നിങ്ങൾ പറയണം. നിങ്ങൾ പറയണം. നിങ്ങൾ പറയുന്ന ഓരോ സ്റ്റെപ്പും ഞാൻ കൈകാര്യം ചെയ്യും. അപ്പൊ എങ്ങനെ എല്ലാവരും ഉണ്ടാവില്ലേ കൂടെ? ഹായ് ഫ്രണ്ട്സ്, എന്റെ ജീവിതം തകർത്ത പല നാളെ എനിക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. എന്റെ ജീവിതം തകർത്ത പരന്നോടെ എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇവനെ ഞാൻ എന്തൊക്കെ ചെയ്യണം? ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ നൈറ്റ് ലൈവ് വരുന്നുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ നൈറ്റ് ലൈവ് വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ പറയുന്ന ഓരോ സ്റ്റെപ്പും ഞാൻ ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ ലൈഫിന് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞ ഇത് ഡയലോഗില്ല, ഞാൻ ഓർത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ലൈവ് പോകണം. ഇച്ചിരി ഇങ്ങോട്ട് ഫേവർ ആകുക. കൈ തിരിക്കുക ഇങ്ങോട്ട്. ഹായ് ഫ്രണ്ട്സ്, റോളിംഗ്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് പ്രീമിയം ഗ്രൂപ്പിലേക്ക് കയറുകയാണ്. എത്രയും പെട്ടെന്ന് പ്രീമിയം ഗ്രൂപ്പിൽ കയറണം. പ്രീമിയം ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമേ ഞാൻ ചാറ്റ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുള്ളൂ. ഓക്കെ, എല്ലാവരും ഇപ്പോൾ വരണോട്ടോ. റോളിംഗ്. ആക്ഷൻ. എടാ സുനിധി, എന്താ വരാന്ന് പറഞ്ഞിട്ട് വരാൻ? ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നതെന്ന് അറിയാവോ? ഇപ്പൊ കോളർ റോങ് നമ്പർ ആയ പോലെ. സോറി. റോളിംഗ്. ഫോൺ കട്ട് ചെയ്യുന്നത് കഴിഞ്ഞു കേട്ടോ. അയ്യോ സോറി. റോളിംഗ്. ആക്ഷൻ. എടാ സുനിധി, എന്താ വരാന്ന് പറഞ്ഞിട്ട് വരാനിരുന്നേ? എത്ര നേരമായിട്ട് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് അറിയാവോ? അടുത്ത ഡയലോഗ്. സുനിധി വരാന്ന് പറഞ്ഞിട്ട് വരാഞ്ഞെന്താ? റോളിംഗ്. ആക്ഷൻ. എടാ സുനി, നീ വരാന്ന് പറഞ്ഞിട്ട് വരാഞ്ഞെന്താ? എത്ര നേരമായിട്ട് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് അറിയാവോ? അടുത്ത ഇത് കേട്ടാ. അയ്യോ സോറി റോങ് നമ്പർ. അയ്യോ സോറി റോങ് നമ്പർ. ഫോണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അത് മനോജ് വീണ്ടും തിരിച്ചു വിളിക്കാണ് കേട്ടാ. ഫേസില് അത് ട്രാപ്പാണ് എന്നുള്ള സംഭവം ഇങ്ങനെ വരണം. ആക്ഷൻ. അയ്യോ സോറി റോങ് നമ്പർ.
അയ്യോ ചേട്ടാ, നമ്പർ തെറ്റി വിളിച്ചതാണ്. അപ്പോൾ തന്നെ സോറി പറഞ്ഞ് കട്ട് ചെയ്താണല്ലോ. അയ്യോ ചേട്ടാ, നമ്പർ മാറി വിളിച്ചതായിരുന്നു. അപ്പൊ തന്നെ കോള് റോങ് നമ്പറാന്ന് പറഞ്ഞ് കട്ട് ചെയ്തായിരുന്നല്ലോ. എന്റെ സ്ഥലം കണ്ണൂര്. അതിനൊക്കെ ചെറുതായിട്ട് ലിപ് മൂവ്മെന്റ് കൊടുക്കും സംസാരിക്കുന്നത്. എന്നിട്ട് ഡയലോഗ് തന്നെ എടുക്കണം ഇപ്പൊ. കേട്ടോ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ആക്ഷൻ. എടാ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്റെ കെട്ടിയോനില്ലാത്ത അവൻട്ട് എനിക്കൊരു നല്ല പണി കൊടുക്കണം. നീ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് വളച്ച് വീട്ടിലെത്തിക്കും. അതെ, അത് ആക്ഷൻ. നീ എങ്ങനെയെങ്കിലും അവനൊന്ന് വളച്ച് വീട്ടിലെത്തിക്കും. ഇനിയിപ്പോ ഇപ്പോൾ സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ആക്ഷൻ. ഇതാണോ വലിയ കാര്യം? ഇയാളുടെ നമ്പറിങ് സാർ. ഇന്ന് തന്നെ അവനെ വളക്കാനുള്ള പണി തുടങ്ങും. ഇന്ന് തന്നെ അവനെ വളയ്ക്കാനുള്ള പണി ഞാൻ തുടങ്ങും. നമ്മളിത് എത്ര കണ്ട കണ്ടതാണ്. ഇടിച്ചവന്റെ 6ാം വാരി ഇളക്കണം. ഇടിച്ചവന്റെ 6ാം വാരി ഇളക്കണമെന്നല്ലേ? പല്ല് കടിച്ച് ഫലിപ്പിച്ചു. ഇടിച്ചവന്റെ 6ാം വാരി ഇളക്കണം.
ഓക്കെ. ആക്ഷൻ. ഇതാരാ? ആക്ഷൻ. ഇതാരാ? ആക്ഷൻ പറയുമ്പോ എട്ടിയാ മതി കേട്ടാ. ആക്ഷൻ. പിന്നെ ഈ സാധനം ഫൈറ്റ് പിടിയെന്ന് കേട്ടാ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. റോളിംഗ്. ആക്ഷൻ. ഇതാരാണ്? സൂപ്പർ കേട്ടാ. നല്ലൊരു ഞാൻ അടുത്ത ഡയലോഗിനെ വരും അറിയോ? എന്റെ പഴയ എന്റെ ഒരു ഫ്രണ്ടാണ്, അവളെ ഇവിടെ കല്യാണം കഴിച്ചത്. ആക്ച്വലി എൻ്റെ ഫ്രണ്ടാണ്. ഇതിവിടെയാണ് അവരെ കയ്യം വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവർക്കിട്ടൊക്കെ ഒന്ന് നോക്ക്. കുറച്ച് കുടിച്ചോ? ഇവർക്കിട്ട് നോക്കുന്നു. നമ്മുടെ ചേച്ചി ഇവിടെ നിൽപ്പുണ്ട്, ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കാം. അവളിവിടെ ഉണ്ട്. അവിടെ നോക്ക്. ഒരു പരിങ്ങലും ഇതൊക്കെ ഉണ്ട്. കേട്ടോ നോക്ക്. ഒരു റൊമാൻസ് സൈഡിൽ വിളിച്ച് ടൈറ്റ് എടുക്കണം ബ്രോ. അങ്ങനെ തന്നെ കിടന്നോട്ടെ രാജ. എവിടേക്ക് സിനിമയ്ക്ക് ചാൻസ് ചോദിക്കാൻ ആസാനെ കാണിക്കണം നമ്മള്. അപ്പുറത്തെ മുറിയിൽ ഇതിനെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള സാരിയാണ്. വാ രാജ. ആ മറ്റേ ഫോട്ടോയിൽ ഞാൻ പറഞ്ഞ പോലെ വന്ന് ആക്കിക്ക രാജ. രണ്ട് കല്ല് കൊണ്ടല്ല, തഴുക് തഴുക്. രാജ അവിടുത്തെ ഫോട്ടോ എടുത്തേക്ക് അണന്നില്ലേ. ആ മറ്റേ ഫോട്ടോയിൽ മറ്റേ ആൾ ആദ്യം നല്ലപോലെ നോക്കും. അതിന് വീണ്ടും കൈ കൊണ്ടൊന്ന് തഴുകിക്കാൻ മറ്റേ ഫോട്ടോയിൽ ആദ്യം ചെയ്ത പോലെ. ആ അത് ഇങ്ങോട്ട് നോക്കി. എന്നെ നോക്കിക്കേ. തിരിഞ്ഞ് നോക്കപ്പുള്ളൂ. തിരിഞ്ഞ് നോക്കടാ. ഇങ്ങോട്ട് നോക്ക്. ആ റവീൻ്റെ കൈയുണ്ട് ഇതിൽ. ഇത് ഇവനൊക്കെ ഉണ്ട് ഫ്രെയിമിൽ. ആക്ഷൻ. മറ്റേവളെ നോക്ക്. ആ മറ്റേനെ തഴി. അതിനോട് നോക്ക്. ആ അവിടെ ഇരുന്നോ. കിടന്ന് ഇങ്ങനെ ചാഞ്ഞൊന്ന് നോക്കിക്കേ. ഇപ്പുറത്തെ മുറിയിലേക്ക് ചാഞ്ഞ് നോക്കിക്കേ. പരിസരങ്ങളൊക്കെ മൊത്തം ഭിത്തിയിലൊക്കെ ഒന്ന് കണ്ണു കാണിച്ച് എല്ലായിടത്തും. കവനെ പോലെ സ്റ്റാൻഡിലേക്ക് വേണം. ഓക്കെ കാര്യം. ഒക്കെ വൃത്തിയുണ്ട്. നേരത്തെ നമ്മൾ ഒരു ഡോറല്ലേ അടച്ചിട്ടുണ്ടാകുള്ളൂ. ആ കട്ടി. കട്ടി. ഇത്തിരി കൂടി സീൻ. റോളിംഗ്. ആക്ഷൻ. ആക്ഷൻ. ഇതെന്റെ ഫ്രണ്ടാണ്. അവള് ഡിവോഴ്സ് ആണ്. ഓക്കെ.
ടൈം മാറ്റണ്ട. അടുത്ത dialogue. നെക്സ്റ്റ് ഡയലോഗ് ഇതാണ്. ആണോ? ഇപ്പൊ അവൾ സ്ഥലം SI ആണ്. ഞാൻ തന്നെയാണ്. അതെ അതെ. ആണോന്ന് പറയണോ? ആണോന്ന് വെച്ചാൽ മറ്റേ ആണോ? അവളിപ്പോ സ്ഥലം ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത മാഡത്തിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൈ അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നെ. റോളിംഗ്. താനിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. താനിരിക്കും, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. റോളിംഗ്. സെക്കൻഡ്. ഇത്ര സ്പീഡ്. റോളിംഗ്. റോളിംഗ്. ആക്ഷൻ. റോളിംഗ്. ആക്ഷൻ. ഇനിയിപ്പം കിസ് വേണ്ടേ? അതെയാ? ബാ. ഇനിയിപ്പം നീ ചോദിച്ച കിസ് വേണ്ടേ? ആക്ഷൻ. ഇത് മാത്രമല്ല, നിനക്ക് ഞാൻ വേറൊരു വലിയ സമ്മാനം കൊണ്ട് വെച്ചിട്ടുണ്ട്. ആക്ഷൻ. നീ വന്നപ്പോഴേ ചോദിച്ച പരിചയമുള്ള മുഖമില്ലേ? SI റസി നമ്പ്യാർ. റോളിംഗ്. ആക്ഷൻ. റസി നമ്പ്യാർ. ഇല്ല, അത് പറയണ്ട, വേണ്ടേ? അത് നമ്മുടെ കഴിഞ്ഞല്ലേ. ആക്ഷൻ. മാഡം മറ്റേ അതിനവിടെ ആക്ഷൻ. ഞാൻ പോണോ? ആക്ഷൻ. ആക്ഷൻ. റോളിംഗ്. ആക്ഷൻ. ആക്ഷൻ. പതുക്കെ പതുക്കെ അത് തന്നെ. ആക്ഷൻ. അങ്ങനെയല്ല, ഡോർ തുറക്കും. അങ്ങനെ മതി. ആക്ഷൻ. എവിടെ നീ പറഞ്ഞ കക്ഷി? അതൊക്കെ പറയുന്നത് ആക്ഷൻ. എവിടെ നീ പറഞ്ഞ കക്ഷി? അകത്തെ പറയുന്നുണ്ട്. ആക്ഷൻ.
ഞങ്ങളുടെ പരിസരത്ത് കുറച്ച് നാളായിട്ട് പെണ്ണുങ്ങൾ അലക്കാൻ മാറ്റിയിട്ടിരിക്കുന്ന പെണ്ണുങ്ങൾ അലക്കാൻ മാറ്റിയിരുന്ന ചട്ടി ഇന്നറാണ്. ആക്ഷൻ. ഞങ്ങളുടെ പരിസരത്ത് അലക്കായിട്ടിരുന്ന ഇന്നർ ഐറ്റംസ് അടിച്ചു മാറ്റലാണ് ഇവന്റെ മെയിൻ പരിപാടി. ശരിയായിട്ട് ആക്ഷൻ. ഞങ്ങളുടെ പരിസരത്ത് ആക്ഷൻ. ഞങ്ങളുടെ പരിസരത്ത് കുറച്ച് നാളായിട്ട് അലക്കം മാറ്റിയിട്ടിരിക്കുന്ന ഇച്ചിരി ആക്ഷൻ. ഇന്നർ ഐറ്റംസ് അടിച്ചു മാറ്റലാണ് ഇവന്റെ മെയിൻ പരിപാടി. അതുകൊണ്ട് ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടി ഒരു ശിക്ഷ കൊടുത്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ശിക്ഷ കൊടുത്തതാണ്. ഈ ഭാഗത്തെ 10 വീട്ടിലെ പെണ്ണുങ്ങളുടെ അടിവസ്ത്രങ്ങൾ ഇവൻ ഈ ഭാഗത്തെ 10 പെണ്ണുങ്ങളുടെ ഈ ഭാഗത്തുള്ള 10 വീട്ടിലെ പെണ്ണുങ്ങളുടെ അടിവസ്ത്രം അലക്കുകയും ഉണക്കുകയും അവന്റെ പരിപാടി. പുറത്തിറങ്ങാൻ പറ്റത്തില്ല അവന് ഈ റൂമിൽ നിന്ന്. പുറത്തിറങ്ങാൻ പറ്റില്ല അവന് ഈ റൂമിൽ നിന്ന്. നിനക്ക് കൈകാര്യം ചെയ്ത് പഠിക്കാൻ ഇതിലും വലിയ ഇരയെ കിട്ടാനില്ല. നിനക്ക് വേണ്ടോലും ഇടിച്ചവന്റെ കൂമ്പ് പാട്ട്. ആക്ഷൻ. ഇടിച്ചവന്റെ കൂമ്പ് പാട്ട്. തുടങ്ങിക്കോയെങ്കിൽ തുടങ്ങിക്കോ. ആക്ഷൻ. ആക്ഷൻ. നീ ഇത് പിടിച്ചേ. അത് ഇങ്ങോട്ട് വാ. ആക്ഷൻ. നീ ഇത് പിടിച്ചേ. വൈഡിലേക്ക് മാറിക്കോ. വൈഡിലേക്ക് മാറിക്കോ.